ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെഡിസിൻ്റെ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഇഷ്യൂസാണ്. അത് ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഫേക്കാണ്, അതിനകത്തുള്ള വിവരങ്ങൾ ഫേക്കാണ്, അതുപോലെ തന്നെ ആ ഒരു ബില്ലിനകത്തുള്ള ഡേറ്റ് വ്യത്യാസമുണ്ട്, 2001 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പലരും അതിന് തെളിവുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ അവരുടെ മെഡിസിന് എത്രത്തോളം ചെലവുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മുടെ ആശുപത്രികളും മറ്റും പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ലഭിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യം ഉപകാരപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിലക്കുറവ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കിട്ടാത്തവരാണെങ്കിൽ ആ ഒരു മെഡിസിന് എത്രത്തോളം വില വരുന്നുവോ ആ ഒരു വില കൊടുത്തുകൊണ്ട് അത് വാങ്ങണം എന്നുള്ളതാണ്. അപ്പം ഇവരുടെ കേസ് ഈ ഒരു അസുഖം ഫേക്കാണ് എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അസുഖം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ മുടിയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ പല വിധത്തിലാണ്. അപ്പം ഇതിൽ നമുക്ക് നോക്കാം, രേണുസുതിയുടെ സഹോദരി ഈ മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം അതിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇതിൻ്റെ പിന്നിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്ന് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പം എവിടുന്നാണ് ഇവർ ഈ ഒരു മെഡിസിൻ വാങ്ങുന്നത് എന്നുള്ളത് അവരുടെ സഹോദരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മരുന്നിനാണ്, ആ ഒരു ഇഞ്ചക്ഷനാണ് അവർ 2 ലക്ഷം രൂപയോളം ചെലവാക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇനി ഇത് എവിടെ നിന്നെങ്കിലും വില കുറച്ച് ഉണ്ട് എങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു ബില്ല് കാണിച്ച സമയത്ത് അവർ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പം അതിനെയും പലരും പരാമർശിക്കുന്നുണ്ട്. എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലുള്ള പരാമർശങ്ങളും അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടർന്ന് എന്താണ് രേണു പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg.
എൻ്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിൽ കിടക്കുവാണ്. നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയായിരുന്നു. സോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേച്ചി സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില വ്ളോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറേ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല, രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായി ഇവർ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളിപ്പോൾ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് കഴിക്കുന്ന ഒരുപാട് ആൾക്കാർ, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. രേണുവിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അതിന് അവർ പറഞ്ഞത് ശരിയാണ്. പലതരത്തിലുള്ള ക്യാൻസർ പേഷ്യൻസ് ഇതിനെതിരെ വന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അത്ര രൂപ ആവുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നുണ്ട് ഇത്രയും തുക ആവുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥമായി അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റൂ എന്നുള്ളത് ഇവരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കാര്യങ്ങൾ യഥാർത്ഥമായി അറിയാതെ ഒരിക്കലും ആരെയും വിമർശിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇവർ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വന്ന് പറയുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് അസുഖം ആണെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. പലരും പറയുന്നുണ്ടായിരുന്നു രേണുവിന് ഈ ഒരു അസുഖം ഇല്ല, അവരത് നുണ പറയുന്നതാണ്, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നുണ പറയുന്നതാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവർ തുടർന്ന് മരുന്നിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് എന്നുള്ളത് നോക്കാം. അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷനാണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്ന കേട്ടു ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്.
എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പാണ്. ഇപ്പോൾ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആൻറ്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവായ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ്. നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിൻ്റെ വില അതേണ്ട, നിങ്ങൾ കണ്ടോ, ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണിത്. ഇതിൻ്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിനാണോ ഇതെന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സും അതിൻ്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അതറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജാണ്, അതിൽ HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ, ഇതൊക്കെ രേണുവിന് ഇത്രയും സംഭവങ്ങൾ ഇതാണ് രേണുവിൻ്റെ ക്യാൻസറിൻ്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിൻ്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. അതെ, അത് തന്നെയാണ് കേട്ടോ പറയാനുള്ളത്. പല ക്യാൻസർ പേഷ്യൻസും പറയുന്നുണ്ട് ഇത്രയും വില ആവില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓരോ ക്യാൻസറിനും പല സ്റ്റേജുകൾ ഉണ്ടാകും. അപ്പം അതനുസരിച്ചായിരിക്കും മരുന്നിൻ്റെ വീര്യവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം ചിലപ്പോൾ രേണു കടന്നു പോകുന്ന സ്റ്റേജിലൂടെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി കടന്നു പോയിട്ടുണ്ടാവുക. അപ്പം അവർക്ക് വേണ്ട മരുന്നായിരിക്കില്ല ഇവർക്ക്. അപ്പം അതിലൊക്കെ തന്നെയും വ്യത്യാസം ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെയും നമ്മൾ വ്യക്തമായി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് നേരെ പ്രയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിൽ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിൻ്റെ സൈഡ് എഫക്ട്സുകളും വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും. അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ അപ്പോൾ എന്നും അവളങ്ങനെ കിടക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം കീമോ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു എഫക്റ്റ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അവൾ തിരിച്ചു വരണമെന്ന്. 100 പേര് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ കുടുംബവും അവളുടെ കുഞ്ഞും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പഴയതുപോലെ തിരിച്ചു വരണം, തിരിച്ചു വരും.
അതിനുവേണ്ടി ഞങ്ങൾ ഓരോ കാര്യത്തിനും ഓടുന്നു. പുതിയ പുതിയ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റല്, പുതിയ ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥനയോട് കൂടി. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഈ മെഡിസിൻ്റെ കാര്യം ഒന്നും ഒരു കള്ളത്തരമുള്ള കാര്യമല്ല. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ. എന്തിനാണ് അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നവർ ഈ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് ക്യാൻസർ വന്നു, എനിക്ക് ഇത്ര രൂപയായുള്ളൂ, പിന്നെ ഇവൾക്ക് എങ്ങനെയാണ് 2 ലക്ഷം രൂപയാകുന്നത്? പിന്നെ ഇന്ന് കിടക്കുന്നതുണ്ട് എനിക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആളെ വിളിച്ച് പറയുന്നെന്ന്. എനിക്ക് ഭയങ്കര പെയിനാണ്, ക്യാൻസറിനെ സഹിക്കാൻ പറ്റുന്നില്ല, രേണുവിന് കൊടുത്ത ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് കൂടി തരാൻ. ഇത് പെയിൻ കില്ലർ അല്ല. നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളൂ. പക്ഷേ മെഡിസിൻ്റെ കാര്യം അതേക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിരിക്കണമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്ന് കമൻസ്, അത് ഇന്ന് ഞാൻ കണ്ടായിരുന്നു, ആ കമൻസിനകത്ത് കിടക്കുന്നു അവളുടെ തന്തയും തള്ളയും എല്ലാവരും കൂടെ ഇറങ്ങി തെണ്ടാൻ പറയാൻ. ഈ പറയുന്ന ഓരോ വ്യക്തികളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു സ്റ്റേജിലുള്ള ക്യാൻസർ, ഈ ബ്രസ്റ്റ് ക്യാൻസറിൽ HER2 പോസിറ്റീവായ ടൈപ്പിലുള്ള ഒരു ക്യാൻസർ നിങ്ങളുടെ ആരുടെയും വീടുകൾ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ ഒരു ഇഞ്ചക്ഷനും കൂടെ അതിൻ്റെ കൂടെ എടുക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ടും അത് എടുക്കേണ്ടതാണ്. അപ്പൊ അതിനോരോന്നിനും ഈ 2 ലക്ഷത്തി സംതിങ് വിലയാകും. ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇത് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഒരു 17 എണ്ണോ എത്ര കീമോ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇത്രയും വിലയുടെ മെഡിസിൻ ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. ഈ മെഡിസിന്റെ കാര്യത്തിൽ ഇതാണ് സത്യാവസ്ഥ. ഇനി ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവളെ സ്നേഹിക്കുന്നവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവര് ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം. ആരുടെയും മുമ്പിൽ അവൾ തെണ്ടാൻ വന്നിട്ടില്ല നിങ്ങൾ പറയുന്ന പോലെ. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി അത് എന്റെ ഒരു അപേക്ഷയാണ്. എൻ്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സഹോദരി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് അവർക്ക് ഇങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയേണ്ടി വരുന്നത്. ഒരു പക്ഷേ അവർക്ക് ക്യാൻസർ ആണെന്ന് പോലും അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വേട്ടയാടപ്പെടില്ലായിരുന്നു എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇനി എന്താ പറയുക, കടൽ കാണാത്തവൻ കടൽ കണ്ടു എന്ന് പറയുന്നത് പോലെ ആവരുത് കമൻറ്റ് ബോക്സിലുള്ള കാര്യങ്ങൾ. അതായത് അസുഖമില്ലാത്തവർ പോയിട്ട് എനിക്ക് അങ്ങനെയായിരുന്നു, എനിക്ക് ഇങ്ങനെ ആയിരുന്നു എന്നുള്ള തരത്തിലൊക്കെ കമൻ്റ് ഇട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരങ്ങനെ ചെയ്തോളട്ടെ എന്നാണ് കേട്ടോ പറയാനുള്ളത്. കാരണം അവരുടെ ചാനലാണ്, അപ്പോൾ അതുപയോഗിച്ച് അവർക്ക് ചെയ്യാം. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുന്നില്ല. അവരുടെ രോഗവിവരം അതിലൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കെതിരെയുള്ള ഹെയ്റ്റേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതിനെതിരെ അവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മരുന്നിൻ്റെ വിലയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതൊക്കെ കള്ളമാണ് എന്ന് തെളിയിക്കാൻ ഒരു ഭാഗത്തുനിന്ന് ആളുകൾ ഉണ്ടാവുന്നു, മറുഭാഗത്തുനിന്ന് അത് കള്ളമല്ല എന്ന് പറയാൻ ഒരു വിഭാഗം ആളുകൾ വരുന്നു. അപ്പം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാതെ നമുക്ക് ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പം അസുഖത്തിലൂടെ കടന്നു പോകുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. അപ്പം അവരെ വെറുതെ നമ്മൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അവരോട് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് ഈ ഒരു അസുഖത്തിൻ്റെ സാഹചര്യത്തിലും അങ്ങനെ പെരുമാറേണ്ടതില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ചെയ്തേക്കുക. താങ്ക് യു.